നമസ്കാരം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ധാരാളം മേയർമാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ തിരുവനന്തപുരം മേയർ വി രാജേഷിനെ പോലെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള മറ്റൊരാളുണ്ടായിട്ടില്ല. രാജേഷ് ഒരു മന്ത്രിയേക്കാൾ അല്ലെങ്കിൽ ഒരു സിനിമാ താരത്തേക്കാൾ പ്രസിദ്ധനായി മാറുകയാണ് ഓരോ ദിവസവും. രാജേഷിൻ്റെ ഈ യശസ് തന്നെയാണ് CPMൻ്റെ ഉറക്കം കെടുത്തുന്നതും അവർ രാജേഷിനെ കാലിൽ പിടിച്ച് നിലത്തടിക്കാൻ സമയം കാത്തിരിക്കുന്നതും. കോർപ്പറേഷനിൽ രാജേഷ് പ്രവേശിക്കാതിരിക്കാൻ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് നാളുകളേറെയായി. രാജേഷ് മാത്രമല്ല, BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കണം എന്നാവശ്യപ്പെട്ട് കേസ് നടത്തുകയാണ് CPIM. അവിശ്വാസ പ്രമേയവുമായി രംഗത്തെത്തിയത് കോൺഗ്രസ് പാർട്ടിയാണ് ചീറ്റിപ്പോയെങ്കിലും. അങ്ങനെ കേരളത്തിൽ ഏറ്റവും അധികം പകയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന മേയറായി വി രാജേഷ് മാറുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പക എന്ന് പലർക്കും പിടികിട്ടുന്നില്ല. CPMൻ്റെ പകയുടെ കാരണം അന്വേഷിച്ചു പോയാൽ കൃത്യമായി ഉത്തരം കിട്ടും. എന്നാൽ മനസ്സിലാവാത്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കോൺഗ്രസ് പാർട്ടി എന്തിനാണ് ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്. വാസ്തവത്തിൽ ഇവിടെ രാജേഷിനെ പിന്തുണയ്ക്കാൻ പറ്റില്ലെങ്കിലും നിശബ്ദരായിരുന്നാൽ BJPയും CPMും തമ്മിലുള്ള യുദ്ധത്തിലെ കാഴ്ചക്കാരായി നിന്നാൽ ഗുണമുണ്ടാവുന്നത് കോൺഗ്രസ് പാർട്ടിക്കാണ്. എന്തിനാണ് ഇവരിങ്ങനെ ബഹളം വയ്ക്കുന്നത് എന്ന് അതുകൊണ്ടാണ് രാജേഷും ചോദിക്കുന്നത്. ഞങ്ങൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കടകൾ ഒഴിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പാളയ മാർക്കറ്റൊക്കെ പറയുമ്പോഴേക്കും LDFന് CPMന് ഒരു വിഷമവും വേദനയും അങ്കലാപ്പൊക്കെ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാം. സ്വാഭാവികമാണ്. ഞാൻ ഇതുവരെ അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ല. വളരെ വലിയൊരു വരുമാന ചോർച്ച അവരുടെ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെ നല്ല ഫ്ലോ ആയിരുന്നു ഫണ്ടിന്റെ, നല്ല ഫ്ലോ ഉണ്ടായിരുന്നു ഫണ്ടിന്റെ. ആ ഫണ്ടിന്റെ ഫ്ലോ ഒക്കെ നിൽക്കുമ്പോൾ ഒരു ആശങ്കയുണ്ട്. അത് കോർപ്പറേഷന്റെ ചെലവിൽ ആ ഫണ്ട് വേണ്ട. കോർപ്പറേഷന്റെ ചെലവിൽ ആ ഫണ്ട് ഇനിയിപ്പോൾ എത്ര അവിശ്വാസം വന്നാലും കോർപ്പറേഷന്റെ പ്രോപ്പർട്ടിയിൽ നിന്നും ഫണ്ട് ഈടാക്കാനുള്ള അല്ലെങ്കിൽ ഫണ്ട് സമ്പാദിക്കാനുള്ള പരിപാടി ഇനി നടക്കില്ല. തിരുവനന്തപുരം ജനങ്ങൾ അതിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കോൺഗ്രസും UDFും എന്തിനാണ് വേദനിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാകാത്തത്. CPM ഇങ്ങനെ പ്രതിസന്ധിയിലാകുമ്പോഴേക്കും കോൺഗ്രസ് അപ്പോഴാണ് അതിൻ്റെ രാഷ്ട്രീയം. അതിൽ വളരെ സന്തോഷം നമുക്കുണ്ട്. കാരണം ഇന്ത്യ മുന്നണി കേരളത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. കേരളത്തിലെ CPMന് രണ്ട് പ്രധാന കേന്ദ്രങ്ങളാണുള്ളത്, കണ്ണൂരും തിരുവനന്തപുരവും. കണ്ണൂർ അവരുടെ തന്ത്രങ്ങളുടെയും ഗുണ്ടാപ്പണിയുടെയും രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെയും ഒക്കെ ആസൂത്രണ കേന്ദ്രമാണെങ്കിൽ തിരുവനന്തപുരമാണ് CPMൻ്റെ സാമ്പത്തിക കേന്ദ്രം. തിരുവനന്തപുരം നഗരത്തിൽ CPM ബ്രാഞ്ച് കമ്മിറ്റി മുതൽ AKG സെൻറ്റർ വരെ പണിതുകൂട്ടിയിരിക്കുന്ന കെട്ടിടങ്ങളുടെ കണക്കെടുത്താൽ തന്നെ ശതകോടികൾ വരും. സകല ഇടത് യൂണിയനുകൾക്കും അവരുടെ പോഷക സംഘടനകൾക്കുമൊക്കെ തിരുവനന്തപുരത്ത് പടുകൂറ്റൻ കെട്ടിടങ്ങളുണ്ട്. ബ്രാഞ്ച് കമ്മിറ്റിക്കും ലോക്കൽ കമ്മിറ്റിക്കും പോലും സ്വന്തം കെട്ടിടങ്ങളുണ്ട്. ഇതുകൂടാതെ തിരുവനന്തപുരം കോർപ്പറേഷൻ CPIM കഴിഞ്ഞ കുറേ കാലമായി അവരുടെ കുത്തകയാക്കി മാറ്റിയിരിക്കുന്നു. ഏതാണ്ട് അരനൂറ്റാണ്ടായി അവർ തന്നെയാണ് ഭരണം. ഇടക്കാലത്ത് അല്പം ഭൂരിപക്ഷം കുറഞ്ഞു പോയിട്ടും അവർ തന്നെയാണ് ഭരിച്ചത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കീഴിലുള്ള സ്വത്തുവകകളൊക്കെ തന്നെ CPM നേതാക്കൾ അവരുടെ സ്വകാര്യ ധനശേഖരണത്തിൻ്റെ വഴികളാക്കി മാറ്റി. കോർപ്പറേഷന് കീഴിലുള്ള കെട്ടിടങ്ങൾ, അവരുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ, ഇതെല്ലാം CPMകാർ വർഷങ്ങൾക്ക് മുൻപേ ചെറിയ വിലയ്ക്ക് ലേലത്തിനെടുത്ത് അതേ വാടക നിലനിർത്തിക്കൊണ്ട് തന്നെ അമിത വാടകയ്ക്ക് മറിച്ചു വിറ്റും അവിടെ അനധികൃത നിർമ്മാണങ്ങൾ നടത്തി അത് കോർപ്പറേഷൻ അറിയിക്കാതെ വാടകയ്ക്ക് കൊടുത്തും കോടികൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പിറകെ നടന്ന് രാജേഷ് പൊക്കാൻ തുടങ്ങിയതോടെ ഇവരുടെ കിളി പറന്നു എന്ന് വേണമെങ്കിൽ പറയാം. നോക്കൂ, രാജേഷ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് തിരുവനന്തപുരത്ത് കോർപ്പറേഷന് കീഴിലുള്ള 3 കല്യാണ ഓഡിറ്റോറിയങ്ങൾ പണ്ടോ ചെറിയ ചുള്ളുവിലയ്ക്ക് കൊടുത്തതാണ്. അത് സബ്ലേറ്റ് ചെയ്ത് ആളുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ചിലത് 1 രൂപ പോലും കോർപ്പറേഷൻ കിട്ടാതെ അവർ സ്വന്തമാക്കി കൊണ്ട് നടക്കുന്നു. ഇത് 3 പിടിച്ചെടുത്തതിനെക്കുറിച്ച് രാജേഷ് പറയുന്നത് കേട്ട് ഞെട്ടിപ്പോവും. നമുക്ക് കോർപ്പറേഷൻ, നിങ്ങളൊക്കെ ഇതൊക്കെ അറിയണം, അവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ എല്ലാവരും ഇത് അറിയണം. കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപയുടെ അസറ്റ് കോർപ്പറേഷനുണ്ട്. 100 കണക്കിന് കോടി രൂപയുടെ അസറ്റ് കോർപ്പറേഷനുണ്ട്. അതിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ മാസം നമുക്ക് വരുമാനം വരേണ്ടതായിട്ടുണ്ട്. ഈ കോർപ്പറേഷന് ഫണ്ടിന് വേണ്ടി അത്യാവശ്യ കാര്യങ്ങൾക്കൊന്നും ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. അത്രത്തോളം അസറ്റ് ഉണ്ട് ഈ കോർപ്പറേഷന്. 2 കല്യാണ മണ്ഡപങ്ങൾ ഞങ്ങൾ ഈ ഭരണസമിതി മോചിപ്പിച്ചിട്ടുണ്ട്. കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. ഒന്ന്, നാളത്തെ നമ്മുടെ കൗൺസിൽ റിപ്പോർട്ട് ചെയ്യും. സെക്രട്ടറിയോട് നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവില്ല, ഒരു കല്യാണ മണ്ഡപത്തെ കുറിച്ച് വന്ന ഒരു ആരോപണം, അത് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ സെക്രട്ടറിയോട് പറഞ്ഞു. സെക്രട്ടറി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫയൽ നാളെ ടേബിളിൽ വയ്ക്കും. കമലേശ്വരത്ത് കല്യാണ മണ്ഡപം അത് മോചിപ്പിച്ചു. അതോടൊപ്പം തന്നെ മുടവമ്മൂളിലൊരു കല്യാണ മണ്ഡപം, മുടവമ്മൂളൊക്കെ ആരാണ് കൈകാര്യം ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. വർഷങ്ങളായിട്ട് അവിടെ ഒരു കല്യാണ മണ്ഡപമുണ്ട്. ആ കല്യാണ മണ്ഡപം കരാറുകാരനും കോർപ്പറേഷനും തമ്മിലുള്ള എഗ്രിമെന്റ് അവസാനിച്ചിട്ട് വർഷങ്ങളായി. പക്ഷേ കരാറുകാരൻ നടത്തിക്കൊണ്ടിരിക്കുക, 1 രൂപ കോർപ്പറേഷനിൽ അടയ്ക്കുന്നില്ല. അന്വേഷിച്ചൊക്കെ പോയിട്ട്
അത് ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച വരികയും ശ്രദ്ധയിൽപ്പെട്ട ആ ദിവസം ഉച്ചയ്ക്ക് തന്നെ നമ്മുടെ നോൺ ടാക്സ് സെക്ഷനിലെ ഇൻചാർജിനോട് അവിടെ പോയി റവന്യൂ ഓഫീസർ ലീവ് ആയതുകൊണ്ട് അതിന് ചാർജ് ആയിട്ടുള്ള ഓഫീസറോട് അവിടെ പോകാനും അദ്ദേഹം പരിശോധിച്ചപ്പോഴേക്കും ഉദ്യോഗസ്ഥർ തന്നെ നെട്ടിപ്പോയി. അപ്പം തന്നെ 2:30 മണിക്ക് തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയോ 1:30 മണിക്ക് കഴിഞ്ഞ് 2:30 മണിക്ക് തന്നെ അദ്ദേഹം അവിടെ എത്തി. ആ കല്യാണ മണ്ഡപത്തിൽ നടന്ന അനധികൃത ഇടപാടുകൾ കണ്ട് പൂട്ടിയിട്ട് താക്കോലോടെ കൊണ്ടുവന്നതിന്റെ പിറ്റേന്ന് മുതൽ ചിങ്ങമാസത്തിലേക്ക് കല്യാണം ബുക്ക് ചെയ്തിട്ടുള്ള പലരും ഞങ്ങളെടുത്ത് വരികയാണ്. അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് കല്യാണം ബുക്ക് ചെയ്ത് ഞങ്ങൾ ഇത്ര രൂപ ഇന്ന വ്യക്തിക്ക് അടച്ചു. ആ വ്യക്തിയും കോർപ്പറേഷനുമായിട്ട് ഒരു കരാറുമില്ല, ഒരു രേഖയില്ല. ഒരു വ്യക്തി പൈസ വാങ്ങിച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അഡ്വാൻസ് 3000 രൂപ കൊടുത്തു, ഇനി 16,000 രൂപ അടയ്ക്കണം, ഞങ്ങൾക്ക് താക്കോലില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു കല്യാണം മുടങ്ങണ്ട, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചടങ്ങാണ്, അത് മുടങ്ങാൻ പാടില്ല. അതിന് ബാക്കി എന്താണ് നിയമപരമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർക്ക് കല്യാണത്തിന് അനുവദിച്ചു കൊടുക്കണമെന്ന് മേയർ എന്നുള്ള സെക്രട്ടറിയോട് പറഞ്ഞു. അക്കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരാളുടെയും ഒരു ചടങ്ങും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഞങ്ങളത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ 16,000 രൂപ ആ വ്യക്തി വാങ്ങിക്കും. അതിനുശേഷം വേറൊരാൾ കൊടുത്തിരുന്നത് 13,000 രൂപയ്ക്കാണ്. അയാൾ വൈകുന്നേരം മേയർ ജനങ്ങളെ കാണുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു ഭാഗ്യത്തിന് അവിടെ അഡ്വാൻസ് ഒന്നും അടച്ചിട്ടില്ല, 13,000 രൂപ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞു ആ പൈസ കോർപ്പറേഷനിൽ അടച്ചിട്ട് നിങ്ങൾ താക്കോൽ വെച്ചിട്ട് കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. ഹെൽത്ത് ഇൻസ്പെക്ടറോട് അത് ക്ലെയിം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 കല്യാണ മണ്ഡപങ്ങളെ മോചിപ്പിച്ചു. നിങ്ങൾ കമലേശ്വരത്തും മുടവുമുള്ളിലും പോയി മണ്ഡപങ്ങളിലൊന്ന് കണ്ടുനോക്കണം. അപ്പോൾ ഇതുപോലെ 100 കണക്കിന് കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ പലയിടത്തും സ്വകാര്യ വ്യക്തികൾ കൈകാര്യം ചെയ്യുകയാണ്. ഇതൊക്കെ തന്നെ CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട വരുമാനം ഈ ഹാളുകളിൽ നിന്നും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കോർപ്പറേഷന്റെ അസറ്റും കൈകാര്യം ചെയ്യുന്നതാണ്. അതൊക്കെ തന്നെ ഒന്നൊന്നായി കണ്ടെടുത്ത് അതിന്റെ അടിവേറിറക്കുന്ന നടപടിയാണ് കഴിഞ്ഞ 6 മാസം കൊണ്ട് ഈ ഭരണസമിതി രാത്രിയും പകലുമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കോർപ്പറേഷന്റെ കല്യാണ ഓഡിറ്റോറിയങ്ങൾ CPM നേതാക്കൾ സ്വകാര്യമായി ഉപയോഗിച്ച് ലാഭമുണ്ടാക്കുന്നു. കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ എത്രയാണെന്നൊരു കണക്കും കോർപ്പറേഷനില്ല. ഈ കെട്ടിടങ്ങൾ മിക്കതും തന്നെ പലർക്കും വാടകയ്ക്ക് കൊടുത്ത് വാടക കൈപ്പറ്റുന്നത് CPM നേതാക്കളാണ്. രാജേഷ് അതേക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. മറ്റൊന്ന്, നമുക്ക് നിരവധി കടകളുണ്ട്. സത്യത്തിൽ ആദ്യം ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേയർ ആവശ്യപ്പെട്ടു തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര കടകളാണ് ആദ്യം ഉള്ളതെന്ന്. അത് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചു. കൃത്യമായിട്ടുള്ള കണക്ക് അവർക്കും പറയാൻ സാധിക്കുന്നില്ല. അവർ പറഞ്ഞ കണക്കൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതിനുശേഷം ഒരു ആവശ്യമായ സമയം കൊടുത്ത് ഞങ്ങൾ വിലയിരുത്തിയപ്പോഴേക്കും 973 കടകൾ ഉണ്ടെന്നുള്ളൊരു കണക്കാണ് എൻ്റെ മുമ്പ് അവർ പറഞ്ഞത്. ആദ്യം പറഞ്ഞ അതിൻ്റെ 10-1 പോലുമില്ല. എല്ലാം മീറ്റിങ്ങുകളുടെ മിനിറ്റ്സ് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ എല്ലാ രേഖകളും പുറത്തു വിടുന്നത് ശരിയല്ല ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം. ഈ കടകളുടെ അവസ്ഥ കണക്കില്ല ഇവിടെ. പല കടകളും ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നുള്ള കണക്ക് ഇവിടെ ഇല്ല. ഏതൊക്കെയാണ് ടാർപ്പാലിൻ വലിച്ചു കെട്ടിയിരിക്കുന്നത്, ഏതൊക്കെയാണ് ഫ്ലക്സ് വെച്ച് മറച്ചിരിക്കുന്നത്, ഏതൊക്കെയാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതിനുള്ള കണക്കില്ല. ആ കണക്കുകളുടെ പരിശോധന വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് 31 കാലാവധി അവസാനിച്ച എല്ലാ കടകളും തന്നെ വീണ്ടും ലേലം ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ അങ്ങനെ ഒരു പരിപാടിയില്ലായിരുന്നു. ആരാണോ 50 വർഷം മുമ്പ് എടുത്ത് അവർക്ക് തന്നെ പുതുക്കി കൊടുക്കുമായിരുന്നു. 5% 10% നാമമാത്രമായ തുക കൂട്ടിക്കൊണ്ട്. ഇതൊക്കെ തന്നെ പുനർലേലം ചെയ്യാൻ തീരുമാനിച്ചു. പലർക്കും വേദനിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന തറവാട് പോലെ കൊണ്ടുവരുന്ന പലർക്കും വേദനിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. മാർച്ച് 31 കാലാവധി കഴിഞ്ഞത്. മുൻപ് കാലാവധി കഴിഞ്ഞിട്ട് പുതുക്കാത്ത കടകളൊക്കെ വലിയ ജോലിയാണ്. രാത്രി 10-11 മണി വരെ എവിടെയും ചെയ്യുന്നത് ഈ രേഖകൾ പരിശോധനയും ജോലിയുമാണ്. ഇതൊക്കെ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. 1000-ഓളം കടകൾ തന്നെ CPM സ്വന്തമാക്കി വെച്ചിരിക്കുന്നു. കോർപ്പറേഷൻ കണക്കിൽ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ കിട്ടുന്ന തുച്ഛം വാടകയാണ്. ഇതുപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച പാളയ മാർക്കറ്റ് അടക്കമുള്ള ഇടങ്ങളിലെ അനധികൃത നിർമ്മാണങ്ങളും അനധികൃത പിരിവും. പാർക്കിംഗ് കേന്ദ്രങ്ങൾ പോലും CPM-ന്റെ നിയന്ത്രണത്തിലാണ്. എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തെ പ്രാദേശിക നേതാക്കൾ പാർട്ടി നേതൃത്വത്തിന് കൃത്യമായി കപ്പം കൊടുത്തിട്ട് കോർപ്പറേഷന് കീഴിലുള്ള കോടിക്കണക്കിന് ആസ്തി സ്വന്തമാക്കി വെച്ചിരുന്നു. അതെല്ലാം പടിപടിയായി പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. രാജേഷ് പറയുന്നത് പോലെ കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട്, ലാഭത്തിൽ പോകാനുള്ള വരുമാനമുണ്ട്. പക്ഷെ വരുമാനമൊന്നും കോർപ്പറേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് ശരിയാക്കി ആ വരുമാനം ജനക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പിന്നെ ഒരിക്കലും തിരുവനന്തപുരത്തെ ഭരണം തിരിച്ചു കിട്ടില്ലെന്ന് CPM-ന് അറിയാം. അതുകൊണ്ടാണ് CPM ഇത്രയധികം വിരളി പിടിക്കുന്നത്. നോക്കൂ, വിഴിഞ്ഞത്തെ ഒരു പ്രോജക്റ്റ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തു. 91 കോടി രൂപ മുടക്കി നിർമ്മിച്ച ഒരു ഹൗസിംഗ് പ്രോജക്റ്റാണ്. ഹൗസിംഗ് പ്രോജക്റ്റ് നിർമ്മാണം പൂർത്തിയായിട്ട് 5-6 വർഷം കഴിഞ്ഞപ്പോൾ ആ ഫ്ളാറ്റുകളെല്ലാം തകർന്നു വീഴുന്നു. ഇതിനെക്കുറിച്ച് മറുനാട് റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹായത്തോടു കൂടി വിശദമായി പഠനം നടത്തി അഴിമതി കേസ് രജിസ്റ്റർ ചെയ്ത് അഴിമതിക്കാരെ ജയിലിലടക്കാൻ നീക്കം നടത്തും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം, ഹാർബർ വാർഡിലെ ഫ്ളാറ്റ് നിർമ്മാണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്താൻ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട കൗൺസിൽ മുമ്പാകെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച്
വളരെ വിശദമായി ചർച്ച ചെയ്തപ്പോഴേക്കും അതിൽ നിരവധി അപാകതകൾ ഉള്ളതായിട്ട് കോർപ്പറേഷൻ ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ചീഫ് സെക്രട്ടറിയോട് സ്മാർട്ട് സിറ്റിയുടെ യോഗം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെടുവാനും ആ യോഗത്തിൽ സ്മാർട്ട് സിറ്റിയുടെ തുടക്കം മുതൽ ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കുവാനും തീരുമാനിച്ചിരിക്കുന്ന വിവരം ബഹുമാനപ്പെട്ട കൗൺസിൽ മുമ്പാകെ അറിയിക്കുകയാണ്. ഒരു വശത്ത് CPM അഴിമതിയെക്കുറിച്ച് അന്വേഷണം നടത്തി നേതാക്കളെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുന്നു, മറുവശത്ത് CPM അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന സ്വത്തുക്കൾ മുഴുവൻ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്ക് അധികകാലം മേയർ രാജേഷിനെയും BJPയെയും തിരുവനന്തപുരം ഭരിക്കാൻ അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ ബഹളം വയ്ക്കുന്നതും അവിശ്വാസം കൊണ്ടുവരുന്നതും താഴെ ഇറക്കാൻ ശ്രമിക്കുന്നതും മേയറെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും പോലും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 5 കൊല്ലം VV രാജേഷ് മേയറായി തുടർന്നാൽ CPMന് തിരുവനന്തപുരത്ത് അടിത്തറയുണ്ടാവില്ല. അവരുടെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും ഇല്ലാതായിത്തീരും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ തിരുവനന്തപുരത്തെ മുതിർന്ന CPM നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് വെളുപ്പാങ്കാലത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ പോയി കണ്ട് സംസാരിച്ചത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്.